ഹലോ നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അനിതയാണ്. അനുസ് ഹെൽത്തി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ യോഗ ഡേയെ കുറിച്ചാണ്. ഈ യോഗ ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ യൂട്യൂബൊക്കെ കണ്ട് കുറച്ചൊക്കെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പഠിച്ചത് എൻ്റെ ഒരു മെഡിക്കൽ ഓഫീസർ സാറ് MSc യോഗയാണ്. അതുപോലെ തന്നെ മിസ്റ്റർ കേരള ആണ് ഒക്കെ പദവിയൊക്കെ അലങ്കരിച്ച ഒരാളാണ്. അതുപോലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് യോഗയും അലോപ്പതിയും മറ്റെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് എക്സസൈസുകളെല്ലാം കമ്പൈൻ ചെയ്ത് പറഞ്ഞു തരുന്ന രീതിയാണ് സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ യോഗ വളരെയധികം എൻ്റെ പേഷ്യൻസിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ മൈൻഡ് സെറ്റിലുള്ള മാറ്റം, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ കുറയാനായിട്ട്, PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ്, ഇതെല്ലാം തന്നെ ബാലൻസ് ചെയ്യാനും, ഇമോഷണൽ ബാലൻസിനും, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസിങ്, അതുപോലെ ഡിസീസ് പ്രിവെൻഷൻ തെറാപ്യൂട്ടിക് യോഗയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പിരിച്വലി നമ്മൾ വളരെ ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യും മെഡിറ്റേഷനൊക്കെ വഴി വളരെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലുള്ള ഹീലിംഗ് ഒരുപാട് നടത്താനായിട്ട് യോഗയ്ക്ക് പ്രത്യേക കഴിവാണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പല പേഷ്യൻസിനും, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിരിക്കാം, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, പ്രമേഹം മാത്രമല്ല പ്രഷർ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അവർക്ക് വളരെയധികം ഇമോഷണൽ ബാലൻസിങ്ങിനും അതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാനും വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഒരു ഉച്ചയ്ക്കുള്ള ഒരു ബ്രേക്കിലാണ് ചെയ്തിരുന്നത്. എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു 1 to 2 hour ഞങ്ങൾ യോഗ ജസ്റ്റ് തിയറി പ്ലസ് പ്രാക്ടിക്കലായിട്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സുമാരുടെ സ്ട്രെസ് സ്ട്രെയിൻ കുറയാനും ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ വളരെ വീക്കായിട്ടുള്ള വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റ് ഫിസിക്കൽ എക്സസൈസിനോടൊപ്പം തന്നെ യോഗയും മെഡിറ്റേഷനും ഒക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ, അപ്പൊ പോവലി, മദ്യപാനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനായിട്ട് യോഗയ്ക്ക് കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് യോഗ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് കേൾക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടത് കൊണ്ടോ നമുക്കത് ഫീൽ ചെയ്യില്ല. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുക. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനിലേക്ക് പോകണം. ആദ്യ സമയങ്ങളിൽ ഒരു ഫോക്കസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ വളരെ കുറച്ച് സമയമാണ് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് മെല്ലെ 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 അത് ഗ്രാജുവലി എന്ത് ചെയ്യാം, കൂട്ടിക്കൊണ്ടുവരാം സമയം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് സമയം നമുക്ക് ഫോക്കസ് ചെയ്യും. ഇത്രയും സമയം എനിക്ക് അങ്ങനെ ഒന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ ഒരു ഇതിലേക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഫീൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ്സ് ഒക്കെ ഇളക്കിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാവും. നമ്മൾ പലരും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ തീരെയില്ല. അപ്പൊ ജോയിന്റ് ഇരുന്നു കൊണ്ട് നമ്മൾ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമില്ല. അതുപോലെ തന്നെ ഇപ്പൊ മിക്കവാറും യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മുട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നതും ഓരോ ജോയിന്റ്സിനും സെപ്പറേറ്റ് വാമപ്പുകളിൽ യോഗയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് തന്നെ വാമപ്പ്, സിമ്പിൾ മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് നമ്മുടെ അസുഖങ്ങൾക്ക് മാറ്റം വരും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അത് പറയുന്നത്. എൻ്റെ പേഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്ത് അവർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് തരം എക്സസൈസ് ആണ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊരു അവസരത്തിൽ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യാനും എല്ലാം കമ്പൈൻ ചെയ്തൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലാണ് കംപ്ലീറ്റ് ഒരു ആരോഗ്യം, ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ രോഗികളുടെ അവസ്ഥ അനുസരിച്ച് അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മെഡിറ്റേഷനും എക്സസൈസുകളും എല്ലാം തന്നെ തെറാപ്യൂട്ടിക് യോഗയിൽ പ്രത്യേകിച്ച് ഉണ്ട്. അതുപോലെ നമ്മൾ ഓരോ തരം ഭക്ഷണം കഴിക്കുന്ന രീതിയും അതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക.
സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.